ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഈ കൊഞ്ചൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. അതിനകത്ത് അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കണം. പൊളിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കൊഞ്ച് കുറച്ച് വെള്ളം മതി. എന്നിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാം. ഒന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് സവാള, തേങ്ങാക്കൊത്ത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്ത് തേങ്ങാക്കൊത്താണ് മെയിൻ. തേങ്ങാക്കൊത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിനകത്ത് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ആ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരട്ടെ. നല്ലതായിട്ടൊന്ന് മൂക്കണം. മൂത്തിട്ട് തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടാണ് സവാള അരിഞ്ഞേക്കുന്നത്. കുരുകുരാന്ന് അരിഞ്ഞിട്ടേക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് പെട്ടെന്ന് വേണ്ടി വരും. കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കൊഞ്ചിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി അര സ്പൂൺ, മുളക് പൊടി ഒരു അര സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആ പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഇളകണം. ഇത് തേങ്ങാക്കൊത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തിട്ടൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ആ കൊഞ്ചൂരിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് തിളക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കൊഞ്ച് റോസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.